ചക്ക പറിക്കാൻ കേട്ടോ. രാവിലെ ഒരു ചക്ക പറിച്ചു. രാവിലെ അല്ല പറിച്ചത്, രാവിലെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ചോറൂണൊക്കെ കഴിഞ്ഞു ഉച്ചയായി പറിച്ചപ്പോഴേക്കും വലിയൊരു ചക്കയായിരുന്നു. ചക്ക പറിച്ചു പെറുക്കിയെടുക്കുവാണേ. പെറുക്കി ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം വേവിക്കാം. നാളെ കഴിഞ്ഞും എല്ലാം വേവിക്കാനുള്ള ചക്ക ഉണ്ട് കേട്ടോ. നല്ല ചക്കയാണ് വേവിച്ചാലേ. പഴുത്തു പോയാൽ വലിയ നല്ലതല്ല. അതുകൊണ്ട് പറിച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. പറിച്ച് വേവിക്കുക. നല്ല ചക്കപ്പുഴുക്ക് നല്ലൊരു ഭക്ഷണമാണേ. ചക്ക വേവിച്ച് തിന്നുന്ന ഏറ്റവും നല്ലത്. ചക്കപ്പഴവും നല്ല, പഴത്തിനെക്കാട്ടി നല്ലത് വേവിച്ച് തിന്നുന്നതാണ് കേട്ടോ. ഷുഗർ ഉള്ളവർക്കും എല്ലാം നല്ലതാണെന്നാണ് പറയുന്നത് ചക്ക വേവിച്ച് തിന്നുന്നത്. ഷുഗറും പ്രഷറും എല്ലാം പോകാൻ നല്ലതാണ് ചക്ക വേവിച്ച് തിന്നുന്നത്. വയറ്റിൽ നിന്നൊക്കെ നല്ലപോലെ പൊക്കോളും. അതാണ് ഈ ചക്ക വേവിച്ച് തിന്നാനുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. വയറ് നല്ല ചൂലുകൊണ്ട് അടിച്ച് കഴുകുന്ന പോലെ കുടൽ വൃത്തിയാകും എന്നാണ് പറയുന്നത് ചക്കപ്പുഴുക്ക് തിന്നുവാണെങ്കിൽ. വളരെ നല്ലതാണ് ഈ ചക്കപ്പുഴുക്ക് തിന്നുന്നത് കേട്ടോ. ഇപ്പോഴുള്ള പിള്ളേരൊന്നും ചക്കപ്പുഴുക്ക് തിന്നാറില്ല. ആർക്കൊന്നും ചക്കപ്പുഴുക്ക് ഇഷ്ടമില്ല. അവർക്കെല്ലാം കടയിൽ നിന്ന് മേടിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഇഷ്ടം. അല്ലാതെ ചക്കപ്പുഴുക്ക് തിന്നുന്ന ആരും തിന്നേല. പിള്ളേരാരും ചക്കപ്പുഴുക്ക് തിന്നേല. എൻ്റെ കൊച്ചുമക്കൾ ആരും തിന്നേല. ആർക്കും അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഇറച്ചിക്കറിയോ മീൻകറിയോ ഒക്കെ ഉണ്ടെങ്കിൽ, മീൻകറി ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ശകലം കഴിക്കും. അല്ല ചുമ്മാ തിന്നേല ചക്ക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ചക്കയാണ് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ചക്കയോളം നല്ലൊരു വസ്തു വേറെ ഇല്ല. തിന്നാൻ നല്ല സ്വാദുണ്ട്. അതുപോലെ തന്നെ തിന്നാലും നല്ലതാണ്. പിന്നെ ഈ ജോലിക്ക് പോകുന്നവർക്കും സ്കൂളിൽ പോകുന്നവർക്കും ഒന്നും ചക്ക കഴിക്കുന്നതല്ലല്ലോ കേട്ടോ. ചക്ക കഴിച്ചിട്ട് യാത്രയൊന്നും പോകാൻ പറ്റത്തില്ല. ഗ്യാസുണ്ടേ. ഗ്യാസുള്ളൊരു ഐറ്റമാണ് ഈ ചക്കയെന്ന് പറയുന്നത്. ചക്കയും ചക്കക്കുരു. അതുകൊണ്ട് ചക്ക കഴിച്ചിട്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല. പുറത്തേക്കൊക്കെ എന്നും പുറത്തേക്ക് പോകുന്ന, എന്നും ജോലിക്ക് പോകുന്നവരും എന്നും സ്കൂളിൽ പോകുന്നവരുമായിട്ടുള്ളവർക്കൊന്നും ചക്ക കഴിക്കാൻ പറ്റത്തില്ല. കട്ടൻ കാപ്പി ഉണ്ട് കേട്ടോ. കട്ടൻ കാപ്പിയും കുടിക്കുന്നു, ചക്കയും പെറുക്കുന്നു. കട്ടൻ കാപ്പി കൂട്ടാൻ ഇടയ്ക്ക് വരെ ചക്കച്ചുള തിന്നുന്നു. ഞാൻ പരിപാടി കേട്ടോ. ചവനയും കൂടെ തിന്നു. ഇന്ന് വെയിലൊക്കെ പോയി, മഴയായി വരുവാണേ. ഇന്ന് വെയിലില്ല, മഴയില്ലായിരുന്നു. ഇനിയിപ്പം കട്ടൻ കാപ്പിക്ക് നല്ല ചിലവാണ്. തണുപ്പാകുമ്പോഴത്തേക്കും ഇപ്പോഴും കട്ടൻ കാപ്പി കുടിക്കും. ഊണ് കഴിഞ്ഞ് ഇച്ചിരി നേരം ഒന്ന് കിടന്നിട്ട് വരുമ്പോഴേ കടുങ്കാപ്പി. എന്നിട്ട് നല്ല തണുപ്പാണേ. അപ്പോൾ ഒരു കടുങ്കാപ്പി കുടിക്കാൻ അങ്ങ് ആഗ്രഹം തോന്നും. അപ്പോഴേ ഒരു കടുങ്കാപ്പി തിളപ്പിക്കുന്നു, കുടിക്കുന്നു. അങ്ങനെ ചക്ക പെറുക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തതായിട്ട് ചക്ക കീന്തുവാണേ. ചക്ക കീന്തിയാണ് പുഴുങ്ങുന്നത്. പുഴുങ്ങാനായിട്ട് ചക്ക കീന്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് മുളക് അരച്ചിട്ട് വേവിക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോകളിലൊക്കെ ലൈക്ക് ചെയ്യണം. നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.